മേഖലയിൽ വലിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. നവംബർ 21 മുതൽ പുതിയ ലേബർ കോഡുകൾ നിലവിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്: 12 മണിക്കൂർ ജോലി സമയം. ശരിക്കും ഇനി മുതൽ നമ്മൾ ദിവസവും 12 മണിക്കൂർ പണിയെടുക്കേണ്ടി വരുമോ? അതോ ആഴ്ചയിൽ 3 ദിവസം അവധി കിട്ടുമോ? എന്താണ് ഈ പുതിയ നിയമം? ഇത് ഗുണമോ ദോഷമോ? തൊഴിലാളികൾ എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ലളിതമായി നോക്കാം. ആദ്യം തന്നെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇന്ത്യയിൽ പണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട 29 നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പലപ്പോഴും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് സർക്കാർ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് വെറും 4 കോഡുകളാക്കി മാറ്റിയിരിക്കുകയാണ്. ശമ്പളം, സോഷ്യൽ സെക്യൂരിറ്റി, തൊഴിൽ സാഹചര്യം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും. എന്നാൽ ഇതിൽ നമ്മെ ഏറ്റവും അധികം ബാധിക്കുന്ന മാറ്റം ജോലി സമയത്തിലാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പഴയ നിയമം അനുസരിച്ച് ദിവസം 8 മണിക്കൂർ, ആഴ്ചയിൽ 6 ദിവസം എന്നതായിരുന്നു കണക്ക്. അങ്ങനെ ആഴ്ചയിൽ ആകെ 48 മണിക്കൂർ ജോലി. പുതിയ നിയമത്തിലും ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി എന്ന പരിധിയിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ദിവസത്തെ കണക്കിൽ കമ്പനികൾക്ക് മാറ്റം വരുത്താം. അതായത് ദിവസം 12 മണിക്കൂർ ജോലി ചെയ്താൽ ആഴ്ചയിൽ 4 ദിവസം ജോലി മതി. ബാക്കി 3 ദിവസം നിങ്ങൾക്ക് ലീവ് ലഭിക്കും. ഇനി ദിവസം 10 മണിക്കൂർ ആണെങ്കിൽ 5 ദിവസം ജോലി. പഴയ പോലെ 8 മണിക്കൂർ ആണെങ്കിൽ 6 ദിവസം ജോലി. ചുരുക്കത്തിൽ ജോലി സമയം ഫ്ലെക്സിബിൾ ആക്കാനുള്ള സ്വാതന്ത്ര്യം കമ്പനികൾക്ക് ലഭിക്കും. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും: ബോസിന് നമ്മളെ കൊണ്ട് രാപ്പകലില്ലാതെ പണിയെടുപ്പിക്കാൻ പറ്റുമോ എന്ന്. ഇല്ല, അതിനും കൃത്യമായ നിയമങ്ങളുണ്ട്. ആഴ്ചയിൽ 48 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്താൽ നിർബന്ധമായും ഓവർ ടൈം ശമ്പളം നൽകണം. അത് സാധാരണ ശമ്പളത്തിന്റെ ഇരട്ടിയായിരിക്കും. ഓരോ 5 മണിക്കൂർ ജോലിക്ക് ശേഷവും തൊഴിലാളിക്ക് വിശ്രമ സമയം നൽകണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവധി നിർബന്ധമാണ്. സർക്കാർ പറയുന്നത് ഇത് തൊഴിലാളികൾക്കും കമ്പനികൾക്കും ഗുണം ചെയ്യുമെന്നാണ്. തൊഴിലാളികൾക്ക് ആഴ്ചയിൽ കൂടുതൽ ദിവസങ്ങൾ അവധി കിട്ടും. കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാം. പക്ഷെ ഇതിനൊരു മറുവശമുണ്ട്. ട്രേഡ് യൂണിയനുകളും ആരോഗ്യ വിദഗ്ധരും ഇതിനെ എതിർക്കുന്നുണ്ട്. തുടർച്ചയായി 12 മണിക്കൂർ ജോലി ചെയ്യുന്നത് കടുത്ത മാനസിക സമ്മർദ്ദവും ക്ഷീണവും ഉണ്ടാക്കും. ഫാക്ടറികളിലും മറ്റും ഇത് അപകടങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ഇതുകൂടാതെ സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുമ്പോൾ നിർബന്ധമായും സുരക്ഷ ഉറപ്പാക്കണമെന്നും എല്ലാ ജീവനക്കാർക്കും അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധമാക്കണമെന്നും പുതിയ നിയമം പറയുന്നു. ചുരുക്കത്തിൽ നിയമം വന്നു കഴിഞ്ഞു. ഇനി ഇത് നടപ്പിലാക്കുമ്പോൾ കമ്പനികൾ 4 ദിവസത്തെ ജോലിയാണോ അതോ പഴയ രീതിയാണോ തിരഞ്ഞെടുക്കുക എന്ന് കാത്തിരുന്ന് കാണും. ദിവസം 12 മണിക്കൂർ ജോലി ചെയ്ത് 3 ദിവസം അവധി എടുക്കുന്നതാണോ അതോ പഴയ 8 മണിക്കൂർ രീതിയാണോ നിങ്ങൾക്കിഷ്ടം? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ തൊഴിൽ സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.